എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ വിദ്യാഭാരതി സുബ്രഹ്മണ്യ ശാസ്ത്രികൾ, ഗുരുവായൂർ ജ്യോത്സ്യനാണ്. രാഹുകേതുക്കൾ തമോഗ്രഹങ്ങളായിട്ടുള്ള ആ രണ്ട് ഗ്രഹങ്ങളും സെപ്റ്റംബർ 23 രാഹു ഭഗവാൻ ഋഷഭത്തിലേക്കും ഇടവത്തിലേക്കും കേതു ഭഗവാൻ വൃശ്ചികത്തിലേക്കും മാറുകയാണ്. ഇതുവരെ കർക്കടക രാശി വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് ചിങ്ങക്കൂറുകാർ മകം, പൂരം, ഉത്രത്തിലെ 1-ാം പാദം ജനിച്ചിട്ടുള്ളവർക്ക് ഈ രാഹുകേതുക്കളുടെ മാറ്റം വരും 1.5 വർഷത്തിൽ എന്തൊക്കെ അനുകൂല പ്രതികൂലതകൾ ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്ര ദിവസം ഈ രാഹു എന്നുള്ള തമോഗ്രഹമായിട്ടുള്ള 18 വർഷം ദശാകാലമുള്ള അദ്ദേഹം നമ്മുടെ രാശിക്ക് ചിങ്ങക്കൂറിന് 11-ാം വീട്ടിൽ ലാഭസ്ഥാനത്തിലായിരുന്നു. ഇപ്പോൾ 10-ാം വീട്ടിലേക്ക് മാറുകയാണ്, കർമ്മസ്ഥാനത്തിലേക്ക്. കർമ്മസ്ഥാനത്തിൽ രാഹു ഭഗവാൻ ചന്ദ്രലഗ്നാൽ അനുകൂലത്തെ ചെയ്യുമെന്നാണ് മന്ത്രേശ്വര ആചാര്യൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ പല കാലങ്ങളായിട്ട് തൊഴിൽ സാധ്യതകൾ തേടിയിരിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാനും ജോലി ലഭിക്കാനും അല്ല പുതിയതായിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് സംരംഭം ആരംഭിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് അത് ആരംഭിക്കാനും, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായി ചിന്തിക്കുന്നവർക്ക്, പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയത്തിൽ തനതായ പാദമുദ്ര പതിപ്പിക്കാനും സ്ഥാനമാനങ്ങൾ ലഭിക്കാനും, അതുപോലെ തന്നെ തൻ്റെ പേരും പെരുമയും കൂടുവാനുമുള്ള സാധ്യതകൾ കൂടുന്ന ഒരു സമയമാണ് ചിങ്ങക്കൂറുകാർക്ക് ഈ രാഹു ഭഗവാന്റെ മാറ്റം കൊണ്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെ കേതു ഭഗവാൻ ഇത്ര ദിവസം 5-ലായിരുന്നു, ഇപ്പോൾ 4-ലേക്ക് മാറുകയാണ്. അപ്പോ ഒരു ജീവിതത്തിൽ തന്നെ ഒരു തരം നിരന്തരം എന്ന് പറയും, ആ ഒരു സഫിഷ്യൻസി എന്നുള്ളത് ഉണ്ടാവും. അതുപോലെ തന്നെ എന്തൊക്കെയോ സംസാരിച്ചിരുന്ന നമ്മൾ സംസാരത്തില് ഒരു മാറ്റം പ്രതീക്ഷിക്കാം. നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നമുക്കുണ്ടാവും. ഒരു സെൽഫ് കോൺഫിഡൻസ് ലെവല് അധികരിക്കും. അതുമല്ല, പരമാവധി പണിയെടുത്താലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥാവിശേഷം നമ്മൾ മനസ്സിലാക്കും. നമുക്ക് പണിയെടുക്കാതിരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും കൂടെ നമ്മൾ ചെയ്യുന്ന പണി വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ സ്വന്തം തൊഴിൽ ചെയ്യുന്നവര് കുറച്ച് ശ്രമങ്ങൾക്ക് ആളാവും, കഷ്ടങ്ങൾക്ക് ഉള്ള കാരണങ്ങളും കാണുന്നുണ്ട്. എന്നിരിക്കലും ഈ മാറ്റം പൊതുവായി വളരെ അനുകൂലമായിട്ടുള്ള ഒരു മാറ്റമായിട്ടാണ് ചിങ്ങക്കൂറുകാർക്ക് അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ നല്ല ഗ്രഹങ്ങളുടെ മാറ്റം, ഗുരുവിൻ്റെ മാറ്റം കൊണ്ട് കർമ്മസ്ഥാനത്തിലേക്ക് ഗുരുവിൻ്റെ നോട്ടം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്ര ദിവസം ജോലി ചെയ്യുന്നവർ ജോലി കൊടുക്കുന്നവരായി മാറാനുള്ള സാധ്യതകളുണ്ട്.
അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല കാലമാണ് നടക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് നിറയെ നല്ലത് ചെയ്യാൻ ശ്രമിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകുക. ഞങ്ങളെപ്പോലെ വേദപാഠശാലകൾ നടത്തുന്നവർക്ക് ദ്രവ്യപരമായും ആത്മീയപരമായും സഹായിക്കുക. നമ്മുടെ സംസ്കൃതിയെ പരിപാലിക്കാൻ നിങ്ങൾ രാജാവാണ്. ചിങ്ങക്കൂറുകാര് പൊതുവെ രാജാവാണ്, സൂര്യനാണ്. അതുകൊണ്ട് തന്നെ ഗുണങ്ങളെ പരിപോഷിക്കുന്ന രീതിയിൽ ജീവിക്കുക. എല്ലാവർക്കും മംഗളമുണ്ടാകുവാനായിട്ട് ശ്രീ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും കാണുക. പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക. മറക്കാതെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടണും അമർത്തുക. പലവിധമായിട്ടുള്ള ജ്യോതിഷ കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിലും വരാനിരിക്കുന്നുണ്ട്. മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം എന്നീ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലെ അസ്ട്രോ വേദിക് സ്റ്റഡീസ് എന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് ഈ ദേഹം. അതുകൊണ്ട് തന്നെ സനാതനധർമ്മ പ്രചരണത്തിനായിട്ട് ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ ബന്ധുമിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുകയും വേണം. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. നമസ്കാരം.